നീ ഇപ്പൊ പരാജയം സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായ ഇന്നല്ലെങ്കിൽ നാളെ മിഥുൻ പൂർണ്ണമായും മേഘനയിലേക്ക് അലിഞ്ഞു ചേരുമെന്ന് ഉറപ്പാ. പിന്നെ നിനക്ക് അവരൊന്നിച്ചുള്ള ജീവിതം കണ്ട് അവരുടെ കുട്ടികളെയും ലാളിച്ച് മോങ്ങി മോങ്ങി നിരാശപ്പെട്ട് കഴിയേണ്ടി വരും. മഞ്ജരി, ഇന്ന് ഉച്ച കഴിഞ്ഞ് മിഥുനും മേഘനയും നീരജിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനൊരുങ്ങ. മേഘന ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാതെ ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഈ അവസരം നീ വേണം മുതലാക്കാനായിട്ട്. അവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ മിഥുനെ എങ്ങനെയെങ്കിലും നിന്റെ വശത്താക്കണം. നീ വരച്ച വരയിൽ അവനെ നിർത്തണം. ഷുവർ ആന്റി. ആന്റിയോട് സംസാരിച്ചപ്പോഴൊരു ധൈര്യം കിട്ടി. ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാനും പിൻവാങ്ങില്ല ആന്റി. മിഥുനെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഈ ജന്മം മിഥുൻ എന്റേത് മാത്രമായിരിക്കണം. നീരജിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മേഘനയുടെ കാര്യം ആന്റി നോക്കിക്കോ. മിഥുനെ കൈ കിട്ടട്ടെ, ഞാൻ അവനെ എനിക്കൊത്ത് മാറ്റിയെടുക്കും. ദാറ്റ്സ് എ റിയൽ സ്പിരിറ്റ് ഓഫ് മഞ്ജരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ആന്റി. ബൈ. മോം, പെട്ടെന്ന് റെഡി ആയിക്കേ. നീരജിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മളും പോണം. ഓക്കെ. ഹർഷിണി, മേഘന ആ ഫംഗ്ഷന് പോവരുത്. അതിനെന്തെങ്കിലും ചെയ്യണം. ഈ സമയത്ത് നമ്മൾ മഞ്ജരിയെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ? ശരി ചെറിയമ്മേ, പക്ഷെ എന്താ ചെയ്യണ്ടേ പറഞ്ഞോ. ചെറിയമ്മ പറയും പോലെ ഞാൻ ചെയ്തോളാം. എന്താ ചെയ്യണ്ട ചെറിയമ്മേ? ഹർഷിണി, വിവേക് വീട്ടിലില്ല. സഞ്ജന ക്ലാസ്സിൽ പോയിരിക്കുക. ഇനി നീയും വീട്ടിലില്ലാണ്ടായ എന്റെ പ്ലാൻ വർക്കൗട്ട് ആവും. എന്ത് പ്ലാനാ ചെറിയമ്മേ? സൂപ്പർ ഐഡിയ ചെറിയമ്മേ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. ചെറിയമ്മയുടെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. പ്രിയമതേ, എന്താ എന്തു പറ്റി? നീ എന്താ സോഫ കിടക്കുന്നു? നീ ഫംഗ്ഷന് വരുന്നില്ലേ? വരുന്നില്ലേ ചേച്ചി? എനിക്ക് ഒട്ടും സുഖമില്ലാത്ത പോലെ. നല്ല ദേഹവേദനയുണ്ട്. ഇതുമായിട്ട് ഞാൻ ഫംഗ്ഷന് വന്നാ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലാവും. എനിക്കും അത് ബുദ്ധിമുട്ടാവും ചേച്ചി. അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് എന്താ നിനക്ക് സംഭവിച്ചേ? ശരി, എന്നാ പെട്ടെന്ന് ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാം. അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ. ഇത് ഇപ്പോ ഡോക്ടറെ വിളിച്ച് കാണിക്കാൻ മാത്രം വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പറയല്ലേ പ്രേമതെ. ഡോക്ടർ വന്ന് നോക്കട്ടെ, പരിശോധിച്ചെന്തെങ്കിലും മരുന്ന് തരുമല്ലോ. അത് വേണ്ട ചേച്ചി. എന്റെ കൂടെ കൂട്ടിന് നമ്മുടെ വീട്ടിലെ ആരെയെങ്കിലും ഇവിടെ നിർത്തിയിട്ട് പോയാൽ മാത്രം മതി. നിങ്ങൾ പോകുന്നത് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ അല്ലേ. നിങ്ങൾ രണ്ടുപേരും പോയില്ലെങ്കിൽ ശരിയാവൂല്ല. മേഘന മോളെ, നീ എന്റെ കൂടെ കൂട്ടിനിവിടെ നിൽക്കാമോ? അവര് രണ്ടുപേരും അയക്കണമെന്ന് നീരജ് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ. അപ്പൊ പിന്നെ മേഘന പോകാതിരുന്നാൽ എങ്ങനെ ശരിയാവും? അയ്യോ, അതൊന്നും സാരില്ലായിരുന്നു അച്ഛാ. വീട്ടിലുള്ളവരെക്കാളും വലുതല്ലല്ലോ അച്ഛാ ഇതൊന്നും. ചെറിയമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ഒരാൾ അടുത്തുണ്ടാവേണ്ടതല്ലേ. ഞാനിവിടെ നിന്ന് നോക്കിക്കോളാം അച്ഛാ. നീരജിന്റെ വീട്ടിലെ ഫംഗ്ഷന് മിഥുനേട്ടൻ പോയിട്ട് വരട്ടെ.
മിഥുനും മേഘനയും ഒന്നിച്ചൊരു ഫംഗ്ഷന് പോകാൻ നേരത്ത് ഇടങ്ങോലിടാൻ വേണ്ടി പെട്ടെന്നുണ്ടായ ഒരു മായാരോഗമാണല്ലോ ഇത്. മിഥുനേട്ടാ, ഏട്ടൻ പോയിട്ട് വന്നോളൂ. ചെറിയമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ശരി, എല്ലാരും ഫംഗ്ഷന് പോവാൻ നിൽക്കുവാണല്ലേ? നീ എന്താ പെട്ടെന്ന് പോന്നേ? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായത് ക്യാൻസൽ ആവില്ലേട്ടാ, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങ് പോരാൻ പറ്റിയത്. പ്രശ്നം തീർന്നല്ലോ. ഇനി പ്രിയമതനെ സഞ്ജു നോക്കിക്കോളും. മേഘനയ്ക്കും ഇതിനോടൊപ്പം ഫംഗ്ഷന് പോവുകയും ചെയ്യാം. മമ്മിക്ക് എന്ത് പറ്റി? മമ്മിക്ക് പെട്ടെന്നൊരു സുഖമില്ലായ്മ. അപ്പൊ എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓ, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ നോക്കിക്കോളാം വിളിച്ച. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഫംഗ്ഷന് പോയിട്ട് വന്നോളൂ. നിനക്ക് എന്തറിയാടി? മേശപ്പുറത്ത് വിളമ്പി വെച്ച് അതെടുത്ത് കഴിക്കാൻ മാത്രമല്ലേ അറിയൂ. നീ എങ്ങനെ എന്നെ ശുശ്രൂഷിക്കാൻ പോകുന്ന? മമ്മി, ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. പ്രായം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും സുഖമില്ലാതിരിക്കുന്ന ഒരാളെ എങ്ങനെ നോക്കണമെന്നൊന്നും നിനക്കൊരു കുന്തം അറിഞ്ഞൂടെ മോളെ? അതിലെന്തിരിക്കുന്നു? സമയത്ത് മരുന്ന് കൊടുക്കണം, ജ്യൂസ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതുമാത്രം മതിയോ മോളെ? മേഘനയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒറ്റമൂലി വൈദ്യങ്ങൾ ചെയ്യും. അത് മതി പെട്ടെന്ന് അസുഖം കുറയാൻ. അതാണോ കാര്യം? അങ്ങനെ വല്ലതും വേണമെങ്കിൽ ഞാൻ മേഘനേട്ടത്തെ വിളിച്ച് ചോദിച്ചിട്ട് ചെയ്തുതരാം. ഏട്ടത്തി ഇങ്ങനെയുള്ള കുറച്ച് വിദ്യകളൊക്കെ എനിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പരീക്ഷിക്കാൻ എനിക്കിതൊരു അവസരം കൂടിയല്ലേ മമ്മി? ഇതിനു വേണ്ടി എന്തിനാ മമ്മി ഏട്ടത്തി ഇവിടെ പിടിച്ചു നിർത്തുന്നത്? എടി കൊരങ്ങത്തി, എന്റെ ഏറ്റവും വലിയ പാര എന്റെ മക്കള് തന്നെയാണല്ലോ. എന്നാ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇനിയെല്ലാം തീരുമാനിച്ച പോലെ. സഞ്ജനെ, മമ്മിയെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മേഘനെ, നമുക്കിറങ്ങാം. മോം, ഡാഡ്, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ശരി. നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചു പോണേ. പോട്ടെ അമ്മേ. എന്നാൽ നമുക്ക് ഇറങ്ങാം അല്ലേ? ശരി. സൂക്ഷിക്കണേ പ്രിയമതെ. മമ്മി, പെട്ടെന്ന് എങ്ങനെയാ മമ്മിക്ക് സുഖമില്ലാണ്ടായ? നിന്നെപ്പോലെ ഒന്നിനെ പെറ്റതുകൊണ്ടാടി. സാർ ജ്യൂസ് ഇവർക്ക് കൊടുക്ക. ഹായ് ഏയ് ധീരജ്. മഞ്ജരി, ആതിരാൻറ്റി, വരണം വരണം. എത്ര നേരമായി നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നോ? കാത്തിരുന്ന എന്തിനാ നീരജ്? വരാന്ന് പറഞ്ഞിരുന്നല്ലേ? മഞ്ജരിയുടെ കാര്യമല്ലേ ആന്റി? ചെറിയൊരു പ്രശ്നം മതി, മുഖവും വിയർപ്പിച്ച് വീട്ടിൽ കയറിയിരിക്കും. ഇന്നലെ അവളുടെ അവസ്ഥ കണ്ടപ്പോ ഇന്ന് വരുവോ ഇല്ലയോന്ന് പോലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നീരജ്, yesterday is past. Today is present. I don't want to think about the past. Okay? അത് നന്നായി. ഇപ്പോഴാ നീ ഒന്ന് ട്രാക്കിലായത്. ഐ ഫീൽ വെരി ഹാപ്പി. അതിരിക്കട്ടെ, നിന്റെ ഗ്രാൻഡ് പ എവിടെ? പാർട്ടി അല്ലേ ആന്റി, ആൾ ഒരുങ്ങി വരാൻ ഇത്തിരി നേരം എടുക്കും. ദേ മഞ്ജരി, എന്റെ ഗ്രാൻഡ് ബേ എത്തി. Happy birthday, Grandpa. താങ്ക് യു മോളെ. എന്താ അതിരെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. ഹേ, അങ്ങനെയൊന്നും ഇല്ല ചെറിയച്ച. കൊറേ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ ചെറിയച്ചൻ കാണുന്നേ, അതുകൊണ്ട് അതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഇന്ന് ഉച്ച കഴിഞ്ഞ് മിഥുനും മേഘനയും നീരജിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനൊരുങ്ങ. മേഘന ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാതെ
ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ മിഥുനെ എങ്ങനെയെങ്കിലും നിന്റെ വശത്താക്കണം. വാ മേഘന. മേഘനെ വീട്ടിൽ പിടിച്ചു നിർത്താൻ പ്രിയമത ആന്റി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെങ്ങനെ അവിടെ നിന്ന് ചാടി? ഛേ, മിഥുനൊരു പരുവത്തിലാക്കിയെടുക്കാൻ എനിക്ക് കിട്ടിയൊരു അവസരമായിരുന്നു. അപ്പതേ കഞ്ഞിയിൽ വീണ ഈച്ചയെ പോലെ അവളുണ്ട് കൂടെ. ഇനി എന്ത് പ്ലാൻ വർക്കൗട്ട് ആവാൻ? ഗ്രാൻഡ്പാ, ഇദ്ദേഹം മിഥുൻ, ഇത് മേഘന, മിഥുന്റെ വൈഫാ. ഹാപ്പി ബർത്ത്ഡേ ഗ്രാൻഡ് പാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശ. താങ്ക് യു മോളെ. മോളെ ഞാൻ മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏതാ നിന്റെ നാട്? വയനാട്ടിലെ കാരാപ്പുഴയില് അമ്പാട്ടെ അച്യുതൻ നായരുടെ കൊച്ചുമോള. നീ എന്റെ അച്യുതന്റെ കൊച്ചുമോളാണോ? അതേലോ മുത്തശ്ശ. അച്യുതൻ നായര് എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ കളിച്ചങ്ങാതിമാരായിരുന്നു. പ്രായമായ ശേഷം പിന്നെ തമ്മിൽ കണ്ടുമുട്ടൽ കുറവായിരുന്നു. അവൻ മരണപ്പെട്ട സമയത്തും എനിക്ക് വരാൻ കഴിഞ്ഞില്ല മോളെ. അതിരിക്കട്ടെ, നിനക്ക് സുഖാണോ മോളെ? മിഥുനും മേഘനയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് ഗ്രാൻഡ്പാ. അവർ രണ്ടുപേരെയും കാണുമ്പോ കല്യാണം കഴിക്കാൻ ആർക്കും കൊതി തോന്നും. അത്ര മനോഹരമായ ജോഡിയ. അതിവരെ കണ്ടപ്പോ തന്നെ എനിക്കും തോന്നിയതാ. നല്ല യോജിപ്പുള്ള ദമ്പതിമാര്, നല്ല ഐക്യമുള്ള ദമ്പതിമാര്. ഗ്രാൻഡ്പാ, നീരജിന് എന്ത് കുറവുണ്ടായിട്ടാ? ഉറപ്പായിട്ടും നീരജിനും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് തോന്നും വിധം നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടുമെന്നേ. അത് ശരിയാ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിലൊരു നല്ല പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് എനിക്കും തോന്നിയിരുന്നു. വലിയേട്ടാ, എന്താ മോളെ? സോമേശ്വരത്ത് നിന്ന് വല്യമ്മായുടെ മക്കളും ചെറിയമ്മായുടെ മക്കളും ആരും വന്ന് കണ്ടില്ലല്ലോ ഏട്ടാ. അവര് വരുന്ന വഴിയായിരിക്കും മോളെ, എത്തിക്കോളൂന്നേ. വലിയേട്ടാ, കൊറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ആ പെണ്ണ് നീരജിന്റെ ഗേൾഫ്രണ്ട് ആണോ? ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ അടുപ്പും പെരുമാറ്റവും കണ്ടിട്ട് മനസ്സിലായില്ലേ? നീരജിന് മടിയായിട്ടായിരിക്കും ഏട്ടനോടൊന്നും പറയാതിരിക്കുന്നത്. ആ പെണ്ണ് അവന്റെ കാമുകയാണെന്ന് ഉറപ്പായേട്ടാ. അല്ലെങ്കിൽ അവള് അവന്റെ കയ്യിൽ പിടിച്ച് തൂങ്ങി നടക്കൂ. നീ പറഞ്ഞത് ശരിയായിരിക്കും മീനാക്ഷി. നോക്കാം. വിവേകും ചാരും ഇതുവരെ വന്നില്ലല്ലോ. നിന്റെ മുഖം എന്താടാ അടി കരിഞ്ഞ ചീനച്ചട്ടി പോലെ കറുത്തിരിക്കുന്നേ? നിന്നെ പോലെ ഒരു ചളുങ്ങിയ പപ്പടം കൂടെ ഇരിക്കുന്നോണ്ട് എന്താ നിനക്ക് സംശയമുണ്ടോ? ഞങ്ങളെപ്പോലുള്ള പാവ ആണുങ്ങളുടെ ഗതികേടാടി മസാല ദോശ. ഞാൻ ചളിങ്ങിയ പപ്പടാണെന്നോ? അതേടി, നിനക്കെന്താ അങ്ങനെ തോന്നിയിട്ടില്ലേ?
വേണമെങ്കിൽ കണ്ണാടി തിരിച്ചാരാ ഒന്ന് നോക്കിക്കോ. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അപ്പൊ മനസ്സിലാവും. അയ്യോടാ, പിന്നെ എന്തിനാടാ ഈ ചളുങ്ങിയ സാധനത്തെ ഇത്രയും കെയർഫുൾ ആയിട്ട് കാറിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നേ? മേഘനടുത്ത് കാല് പിടിച്ച് ചോദിച്ചോണ്ട് മാത്രം. അല്ലെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കോടി നിന്നെ. എന്താടി നിന്റെ വിചാരം? ഇത് എന്റെ കാറിന്റെയും കഷ്ടകാലം എന്നല്ലാതെ ഏത് ജന്മത്തിൽ ചെയ്ത പാപാദേവേ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇത് പാപം ചെയ്തോണ്ടല്ല, പുണ്യം ചെയ്തോണ്ടാ. ഞാൻ ഈ കാറിൽ കയറി ഇരുന്നപ്പോ തൊട്ടാ നിന്റെ കാറിന് ഒരു ഐശ്വര്യൊക്കെ തോന്നി തുടങ്ങി. എടാ കശുവണ്ടി, എന്തായി തപ്പുന്നേ? നിന്റെ കയ്യിലിരുന്നത് വല്ലതും താഴെ കളഞ്ഞോ? ഏതോ ഐശ്വര്യത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അത് ഇവിടെ എവിടെയോ കിടപ്പുണ്ടോ നോക്കായിരുന്നു. തൊട്ടടുത്തൊരു നിലവിളക്ക് കത്തി ജ്വലിച്ചു നിൽക്കുമ്പോ കണ്ടെടുത്തൊക്കെ നോക്കുന്നത് എന്തിനാടാ? എന്റെ ഈ സൗന്ദര്യം കണ്ടില്ലെന്ന് ഭാവിക്കൊന്നും വേണ്ട. പക്ഷെ നിനക്ക് യോഗമില്ലടാ. എന്റെ പൊന്ന് തമ്പുരാനെ, ഇല്ലാത്ത കാര്യത്തിന് എന്തിനാടീ ഇത്ര ഓവർ കോൺഫിഡൻസ്? ഇത് ഓവർ കോൺഫിഡൻസ് അല്ലടാ, പരമമായ സത്യം. സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാലേ ഒരു ഐശ്വര്യ റായ്, ഒരു ആലിയ ഭട്ട്, അവരൊക്കെ അവിടെ ഉണ്ടടി ഐശ്വര്യം, ഇവിടെ അല്ല. ഉപ്പിലിട്ട് ഉയർപ്പിച്ച കൊടംപുളി പോലത്തെ നിന്നെ എന്തിന് കൊള്ളാൻ? എന്തുന്നാടാ, ഞാൻ ഉപ്പിലിട്ട് വീർപ്പിച്ച കൊടംപുളിയാണെന്നോ? നീ ഉണ്ടല്ലോ പിഴിഞ്ഞു മാറ്റി വെച്ച വാളംപുളി പോലെ ഇരിക്കുന്നെ. അയ്യേ, അതെന്തൊരുപമേ? ഞങ്ങളുടെ നാട്ടിലെ നിന്നെ പോലെ ഉള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാടാ പറയാറ്. എന്നെ പോലുള്ളവരെന്ന് പറഞ്ഞ മുറ്റത്തിരിക്കുന്ന മുല്ലപ്പൂന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അറിയാണ്ട് കണ്ട കാട്ടുചെടിയുടെ പുറകെ പോകുന്നവര്. പ്ലീസ് ചാരു, ഈ സൗന്ദര്യത്തെ കുറിച്ചൊന്നും നീ സംസാരിക്കല്ലേ. ഇത് കേട്ട സൗന്ദര്യം ചിലപ്പോ തൂങ്ങി ചത്തെന്ന് വരുവടി. എടാ കശുവണ്ടി, നീ ഇങ്ങനെ നിന്റെ കോൺഫിഡൻസ് തകർക്കാൻ നോക്കിയാലേ എന്നെ പോലെ ഒരെണ്ണം തന്നെ നിന്റെ തലയിലാകുന്നുള്ളത് ഉറപ്പാടാ. എന്നിട്ട് അവള് നിന്നെ ഇടിച്ച് നിന്റെ പരിപ്പളക്കുമ്പോ മനസ്സിലായിക്കോളും. നിന്നെ പോലുള്ള ഒരുത്തി എന്റെ ഭാര്യയായാലേ ആ നിമിഷം തന്നെ ഞാൻ സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തേക്ക് ഒറ്റ പോക്ക, പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല. നീ പോയ എനിക്കെന്താടാ? എനിക്കെന്ത് കുറവുണ്ടായിട്ട്? എന്റെ ഈ സൗന്ദര്യത്തിന് 10 പേരെങ്കിലും ക്യൂ നിൽക്കും. അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് ഞാൻ വീണ്ടും കെട്ടി ജീവിക്കും. കെട്ടിക്കോ. അവൻ ആരായാലും മൂക്കറ്റം കുടിച്ചു വന്ന് നിന്നെ ഇടിച്ച് പരിപ്പളക്കുന്നവനായിരിക്കും. ഇതെന്റെ ശാപാടി, സ്വീകരിച്ചോ. ആരെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ ശപിക്കോടാ? ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുക. നീ നിന്റെ ശാപം അങ്ങ് തിരിച്ചെടുത്തോ. ഒരു വട്ടം ശപിച്ചു കഴിഞ്ഞാ പിന്നെ അത് തിരിച്ചെടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ ഞാൻ ഇനി നിന്നോട് മിണ്ടില്ല. നിന്നോട് സംസാരിക്കാൻ വന്നതും ഞാൻ ചെയ്ത വലിയ തെറ്റാടാ. ഹലോ, മതിമയങ്ങിയത് മതി, അകത്തേക്ക് പോ. നടക്കടി. മോളെ മേഘന, പറഞ്ഞോളൂ. മോളെ അരുണിമ മാലിനിയുടെ മരുമോളല്ലേ? അതെ ആന്റി. ഒരിക്കൽ ശ്രീരാമനവമിയുടെ പൂജയ്ക്ക് വീട്ടിൽ വന്നപ്പോ കണ്ടിരുന്നു. എന്തൊക്കെയുണ്ട്, സുഖാണ് മോളെ? സുഖായിരിക്കുന്നു. ഈ ഹുക്ക് കഴിഞ്ഞ കാര്യം മേഘനോട് എങ്ങനെയൊന്ന് പറയാ?
അവൻ എന്താ മേഘനയുടെ പുറകീന്ന് മാറാത്തെ? ഇത്രയ്ക്ക് തരം താഴാനായിട്ട് അവളുടെ കയ്യിൽ എന്തോ ഉള്ളേ? ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ഞാൻ കണ്ട ബോറല്ലെന്നുള്ള ചിന്തയും ഇല്ല. കഷ്ടം. എന്നെ കുറിച്ച് ചിന്ത ഉള്ളവനായിരുന്നെങ്കിൽ അവളുടെ പുറകെ ഇങ്ങനെ പട്ടിയെ പോലെ നടക്കുമായിരുന്നോ? മിഥുനേട്ടാ, എന്തെങ്കിലും പറയാൻ വന്നതാണോ? അത് പിന്നെ അല്ല, ഞാൻ മേഘനെ ഒരു മിനിറ്റ് ചേച്ചി, ഞാനിപ്പോ വരാം. വാഴട്ടാ. എന്താ ഏട്ടാ, കാര്യം പറഞ്ഞോ? മേഘനെ അതല്ല, ഈ മേഘനെ അത് പിന്നെ ഏട്ടൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി കാര്യം പറയ, എന്താ സംഭവം? അത് എങ്ങനെ പറയാന്നറിയില്ല. നിന്റെ ബ്ലൗസിന്റെ ഹുക്കൂരി പോയിരിക്കുക. ഞാൻ എങ്ങനെയാ? ഏട്ടൻ എന്റെ ഭർത്താവല്ലേ? ഭാര്യയുടെ ബ്ലൗസിന്റെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇട്ട് താഴേട്ടാ. ഇട്ട് കഴിഞ്ഞു മേഘനെ. താങ്ക് യു മിഥുനേട്ടാ. ചേച്ചി, ചാരു, ചാരു, നിങ്ങൾ എത്തിയോ? എന്താ ഇത്രയും ലേറ്റ് ആയത്?